ഡോക്ടറെ, എനിക്ക് ഇന്നലെ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടൊരു സെക്ഷൽ ഇന്റർകോഴ്സ് ഉണ്ടായി. എനിക്ക് നല്ല പേടിയുണ്ട് പാർട്ട്ണർ പ്രഗ്നന്റ് ആവുമോ എന്നുള്ളത്. പ്രഗ്നൻസി കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? നമ്മുടെ നാട്ടിൽ എമർജൻസി കോൺട്രാസെപ്ഷൻ ആയിട്ട് 2 മെത്തേഡ് ഉണ്ട്. അതിൽ സെക്കൻഡ് വൺ ആണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഐപ്പിലാണ്. ഇത് നമുക്ക് ഫാർമസിയിൽ നിന്നൊക്കെ ഓവർ ദ കൗണ്ടർ ആയിട്ട് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനൊന്നും ഇല്ലാതെ മേടിക്കാൻ കിട്ടുന്ന ഒരു ടാബ്ലറ്റ് ആണ്. ഇതിൽ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവോനോജസ്ട്രൽ എന്ന് പറഞ്ഞൊരു ഹോർമോണാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവുലേഷൻ ഡിലേ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞൊരു ടൈമിലാണ് ഐപ്പിൽ എടുക്കുന്നതെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. ചിലർക്ക് ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദന, ഛർദ്ദിക്കാൻ വരിക, തലവേദന, ചിലവർക്ക് പീരീഡ്സ് ലേറ്റ് ആവുക, ചിലവർക്ക് നേരത്തെ വരിക, ചിലപ്പോൾ ബ്ലീഡിങ് കുറയുക അല്ലെങ്കിൽ കൂടുക, അല്ലെങ്കിൽ ക്രമം തെറ്റിയിട്ടുള്ള ഇറഗുലർ ആയിട്ടുള്ള ബ്ലീഡിങ്, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ചിലവർക്ക് കാണാറുണ്ട്. നിങ്ങളെ അടുത്ത പീരീഡ്സ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത ഡേറ്റിനേക്കാളും 7 ദിവസത്തിൽ കൂടുതൽ ലേറ്റ് ആവുകയാണെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അൺപ്രൊട്ടക്റ്റഡ് സെക്സിന് ശേഷം വിത്തിൻ 72 hours ഐപ്പിൽ എടുത്തിരിക്കണം. ഇതിൽ രണ്ടാമത്തതും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് കോപ്പർട്ടി. ഇത് ഒരു ഡോക്ടറുടെ സഹായത്തോടുകൂടെ ഗർഭപാത്രത്തിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇത് ഒരു അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇന്റർകോഴ്സിന് ശേഷം 5 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഓവുലേഷൻ നടന്നിട്ടുള്ള ഒരു 5 daysനുള്ളിൽ വേണം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കോപ്പർട്ടിയിലെ കോപ്പർ അണ്ടത്തിനെയും ബീജത്തിനെയും നശിപ്പിക്കുകയാണ് ചെയ്യുക. ബാക്കിയുള്ള മെത്തേഡിനെ കമ്പയർ ചെയ്യുമ്പം ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതും സൈഡ് ഇഫക്ട്സ് ഏറ്റവും മിനിമം ആയിട്ടുള്ള മെത്തേഡാണ് കോപ്പർട്ടി. ഇതിൽ ഏത് മാർഗം ചൂസ് ചെയ്യുകയാണെങ്കിലും ഒരു എക്സ്പെർട്ട് ഡോക്ടറെ കണ്ടിട്ട് അവരുടെ സജഷൻ അനുസരിച്ച് മാത്രം ചെയ്യുക.